ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണിയെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നേരിടുന്ന പോലെ ഒരു ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് നല്ലപോലെ വെയിറ്റ് ഉണ്ടായിരുന്നു, വയറ് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനുവേണ്ടി എന്താണ് ചെയ്തത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഏത് ജിമ്മിലാണ് പോയത്, എത്ര നാളുകൊണ്ടാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത് എന്നൊക്കെയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കും. 21 ഫെബ്രുവരി 8-ാം തീയതിയാണ് എൻ്റെ ഡെലിവറി ഡേറ്റ് കേട്ടോ. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ 87 kg ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ആ ഒരു വെയിറ്റിൽ നിന്ന് ഇപ്പോഴത്തെ എൻ്റെ കറന്റ് വെയിറ്റായ 67ലേക്ക് ഞാൻ എങ്ങനെ വന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മോൾക്ക് ഒരു 8 മാസം ആയതിനു ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ചെയ്യാന്നുള്ളൊരു കാര്യം ഞാൻ തീരുമാനിക്കുന്നത്. അപ്പം അതുവരെ ഞാൻ അവൾക്ക് എന്താ പറയുക, അവൾക്കല്ല എനിക്ക്, ഞാൻ ആവശ്യത്തിന് ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. ഞാൻ നല്ല തടിച്ച് തന്നെയാണ് ഇട്ടിരുന്നത്. വയറും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല. പ്രത്യേകിച്ച് എനിക്ക് C-സെക്ഷൻ ആയിരുന്നു. അപ്പം അത് കാരണം നമുക്ക് ഒരുപാട് ഈ കുളിക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് ഉടച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കും പേടിയായിരുന്നു, കാരണം സ്റ്റിച്ച് പൊട്ടുവോ ഇൻഫെക്ഷൻ ആവുമോ. അപ്പം അത് കാരണം അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എങ്കിൽ അങ്ങനെ വയറ് ഉടച്ച് തിരുമ്മി വയറ് കുറയ്ക്കാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അത്യാവശ്യം നല്ലപോലെ വയറും ഉണ്ടായിരുന്നു, വെയിറ്റും എനിക്ക് ആ 87 തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ 87 നിന്ന് ഡെലിവറിക്ക് ശേഷം ഞാനൊരു 82 അല്ലെങ്കിൽ 82 ഒക്കെ ആയായിരുന്നു. അപ്പൊ അതിന് ശേഷം ഞാൻ പിന്നെ വെയിറ്റ് നോക്കാനോ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനോ ഒന്നും തീരുമാനിച്ചിരുന്നില്ല. എന്നിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് പറയാലോ ഗൈസ്, ഞാൻ ഒരു ജിമ്മിലും പോയിട്ടില്ല, ഒരു 5 പൈസ ഞാൻ ഒരാൾക്കും എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ അത് ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഞാൻ എന്നെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് എനിക്ക് വേണ്ട ഒരു ഫുഡിന്റെ ഒരളവുണ്ടല്ലോ, ആ അളവിനെ ഞാൻ തന്നെ കൺട്രോൾ ചെയ്ത് കട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് വാരി വലിച്ച് കഴിക്കുന്ന ഒരാളെന്നല്ല. എനിക്കിഷ്ടമുള്ള ഫുഡ് ഞാൻ നല്ലതായിട്ട് കഴിക്കും. എനിക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ ഫുഡ് കഴിക്കുന്ന ഒരാളാണ് കേട്ടോ. പ്രത്യേകിച്ച് സ്നാക്സ് ഐറ്റംസ്, ഈ സ്വീറ്റ്, ചോക്ലേറ്റ്, ഡയറി മിൽക്ക്, സ്നിക്കേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അതൊക്കെ നല്ലപോലെ കഴിക്കും. അപ്പം ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തു. അപ്പോൾ ഫുഡിന്റെ അളവ് നല്ല രീതിയിൽ കുറച്ചപ്പോൾ തന്നെ വിത്തിൻ 1 വീക്ക് എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടി. അതായത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ എങ്ങനെ ഫുഡൊക്കെ കഴിച്ചെന്നുള്ളത്. എനിക്ക് ഇഡ്ഡലി സാമ്പാറും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഒരു 5-6 ഇഡ്ഡലിയൊക്കെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കും, കാരണം എനിക്ക് അത്ര ഇഷ്ടമുണ്ട്, നമുക്ക് വിശപ്പുള്ളതുകൊണ്ട് കഴിക്കുമല്ലോ. അപ്പം അതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു 3 ഇഡ്ഡലി അതിനുള്ള കുറച്ച് സാമ്പാറും ആക്കി. പിന്നെ രാവിലത്തെ ചായയും അല്ലെങ്കിൽ കോവ് എന്താണോ അത് ഞാൻ സ്കിപ്പ് ചെയ്തു, അത് വേണ്ട, കാരണം നമ്മൾ പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കി, അതായത് സ്വീറ്റ് ഐറ്റംസ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ഒഴിവാക്കി. എന്നിട്ട് ഈ കഴിക്കുന്ന ഫുഡിനെ പകുതിയാക്കി എന്നുള്ളതാണ് മെയിൻ കാര്യം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ നല്ലപോലെ കഴിച്ചിരുന്ന ആള് പകുതിയാക്കി. എന്നിട്ട് ഇടയ്ക്കത്തെ കുറച്ച് കൊറിക്കൽ പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്, അതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ നല്ല നീറ്റായിട്ട് ഞാൻ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി ഗൈസ്. ഉച്ചക്കത്തെ ഫുഡ് ആണെങ്കിലും ചോറ് ഒരുപാടൊന്നും എടുക്കത്തില്ല, കുറച്ചെടുത്തിട്ട് കറികളൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂട്ടുമായിരുന്നു. ഇപ്പൊ പച്ചക്കറിയൊക്കെ ആണെങ്കിലും ഞാൻ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വളരെ കുറച്ച്, രാത്രിയിൽ ചിലപ്പോഴേ ചോറ് കഴിക്കൂ. ഇനി അഥവാ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വളരെ നേരത്തെ തന്നെ ഡിന്നർ കഴിക്കും. അതായത് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഡിന്നർ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് വിശക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കുമായിരുന്നു. അല്ലാതെ ഈ നമുക്ക് വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കുന്ന ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഞാൻ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ അതും ഞാൻ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. അതുപോലെ തന്നെ ചോക്ലേറ്റ് കഴിക്കുന്നത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. അപ്പൊ തന്നെ എനിക്ക് നല്ലപോലെ വ്യത്യാസം വന്നു, കാരണം നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്നൊരു അയവ് വരും. നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് വണ്ണം കുറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഈ ഒരു കഷത്തിന്റെ ഇവിടുന്നുള്ള ഒരു ലൂസ്നെസ് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പൊ അത് എനിക്ക് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ വെയിറ്റ് കുറയുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഞാൻ എൻ്റെ ഒരു വെയിറ്റ് നോക്കിയപ്പോൾ ഏകദേശം ഒരു 75-നടുത്ത് വന്നു കേട്ടോ. അതായത് ഒരു 76 സംതിങ് ഒക്കെ ആയി, ഒരു 75-നടുത്ത് എനിക്ക് വെയിറ്റ് വന്നു. പിന്നെ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഞാൻ നടക്കാൻ പോകുമായിരുന്നു കേട്ടോ. നടക്കാൻ പോകും, അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഷട്ടിൽ കളിക്കുമായിരുന്നു. പിന്നെ നമുക്ക് വീട്ടിൽ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെയും വൈകിട്ടും ഞാൻ മുറ്റത്തൂടെല്ലാം നടക്കും, ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട്, കുറെ ബക്കറ്റിൽ വെള്ളമൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം, പ്രോപ്പർ വേയിലേ അല്ല ഗൈസ്, ഞാൻ കുറച്ച് എക്സസൈസുകൾ ചെയ്യുമായിരുന്നു. അത് ഞാൻ ഇവിടെ കൊടുക്കാം, ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്നുള്ളത്. അതായത് ഞാൻ ഈ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
എന്താ പറയുക, ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും കറി വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും നമുക്കൊന്ന് ചപ്പാത്തി ഇട്ടിട്ട് തിരിച്ചിടാനുള്ള ഒരു ടൈം എടുക്കുമല്ലോ. ആ ടൈമിലൊക്കെ ഞാൻ ഞാനത് ഇവിടെ കൊടുത്തിരിക്കാം ഞാൻ എന്താണ് ചെയ്തത്. ആ എക്സസൈസുകളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ചുമ്മാ ഞാൻ തന്നെ കൗണ്ട് ചെയ്യുക, 5 വട്ടം 6 വട്ടം അല്ലെ 10 വട്ടം എന്നൊക്കെ ഞാൻ തന്നെ കൗണ്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതും അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ ഫുഡിന്റെ നല്ല രീതിയിലുള്ള കൺട്രോളും വന്നപ്പോഴത്തേക്കിന് എനിക്ക് നല്ല പോലെ എന്റെ വെയിറ്റ് കുറഞ്ഞു കേട്ടോ. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാനൊരു 87 നിന്ന് 67 വന്നപ്പം എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞോട്ടെ ഗൈസ്, ഇത് ഞാൻ 6 മാസം കൊണ്ടോ 5 മാസം കൊണ്ടോ ഒറ്റയടിക്കിന് 10-20 കിലോ കുറച്ചതല്ല കേട്ടോ. ഗ്രാജുവലി, അതായത് 2021 ഒരു ഒക്ടോബറിന് ശേഷം ഈ 2024 ഈ ഒരു ടൈം പീരീഡ് വരെ എനിക്കുണ്ടായ ഒരു ചേഞ്ചസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അല്ല ഒരു 5 മാസം 3 മാസം കൊണ്ട് നിങ്ങളുടെ ഒരു 10-20 കിലോ കുറയണമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജിമ്മിൽ പോയി നല്ലൊരു ട്രെയിനറെ ഇതാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞത് ഞാൻ ജിമ്മിലൊന്നും പോവാതെ, ഞാൻ പൈസയൊന്നും മുടക്കാതെ എന്റെ വീട്ടിൽ ഞാൻ തന്നെ ഇരുന്നുകൊണ്ട് എന്നെ കൊണ്ടാവുന്ന പോലൊക്കെ ഞാൻ ചെയ്തു. എന്നാൽ എനിക്ക് ഫുഡ് കഴിക്കേണ്ടതൊക്കെ കഴിക്കുകയും ചെയ്യാം. എനിക്ക് അങ്ങനത്തെ ഒരു ഡയറ്റാണ് ഞാൻ ചെയ്തത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് വണ്ണം കുറച്ച് അല്ലെങ്കിൽ 6 പാക്ക് ഒക്കെ ആയിട്ട് അങ്ങനെ എനിക്കൊന്നും, ഞാനൊരു സെലിബ്രിറ്റി അല്ലല്ലോ. എവിടെയെങ്കിലും ഒക്കെ പോയി എനിക്ക് എന്തെങ്കിലും ഷോകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ളവർക്ക് ഓഫ് കോഴ്സ് പോവാട്ടോ. അങ്ങനെയുള്ളവർക്കൊന്നല്ല, ഇപ്പൊ പെട്ടെന്ന് വണ്ണം കുറയണം എന്നൊക്കെ ആഗ്രഹമുള്ള ഇപ്പൊ എന്നെ പോലെ സാധാരണപ്പെട്ട ആൾക്കാർക്കും വേണമെങ്കിൽ ചെയ്യാം. അതില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ട്രൈ ചെയ്യാം. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അളവ് കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് യൂസ്ഫുൾ ആവും. കാരണം ഞാൻ ചെയ്ത് എനിക്ക് ബെനിഫിറ്റ് കിട്ടിയ ഒരു കാര്യമാണല്ലോ ഞാൻ ഈ പറയുന്നത്. അതങ്ങനെ ഫോളോ അപ്പ് ചെയ്യുക. നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ വണ്ണം വെക്കും. ഫുഡിന്റെ അളവ് കുറയ്ക്കുമ്പോൾ നമ്മൾ വണ്ണം കുറയും എന്നും പറഞ്ഞാൽ തീരെ നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ പകുതി കഴിച്ചുകൊണ്ട് നമുക്ക് മിനിമലൈസ് ആയിട്ട്, അതായത് മധുരമൊക്കെ തീരെ അവോയ്ഡ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ വെയിറ്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ലോസ് ചെയ്യാൻ പറ്റും. അപ്പം അത് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് കൂടെ തന്നെ ഞാൻ വേണമെങ്കിൽ എൻ്റെ പഴയ കുറച്ച് ഫോട്ടോസുകളൊക്കെ ഇതിനകത്ത് കൂടെ ആഡ് ചെയ്യാം. പിന്നെ